ഇത് കദരി മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകുളമാണ്. ഇത് ക്ഷേത്രത്തിലെ കുളം. ധാരാളം പേർ ഇവിടെ സ്നാനത്തിനായി വരുന്നു. ഇതൊരു കിളി കൊക്കാന്ന് തോന്നുന്നു. ഇത് അയ്യപ്പസ്വാമി ക്ഷേത്രമാണ്. ഇത് ദുർഗാ പരമേശ്വരി ക്ഷേത്രം. ആദ്യം അയ്യപ്പസ്വാമി, ദുർഗാ പരമേശ്വരി എല്ലാം തൊഴുതിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ഗണപതിയുമുണ്ട്. ഇതിവിടെ ശീവേലി നടക്കുകയാണ്. ശീവേലി കണ്ട് തൊഴുത് അങ്ങനെ ക്ഷേത്രം വലം വെച്ച് ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശം. ഇത് മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ക്ഷേത്ര കുളത്തിനോട് തൊട്ട് തന്നെ ഈ ഭഗീരഥി തീർത്ഥം ഉണ്ട്. ഈ തീർത്ഥം ഒരിക്കലും നിന്നു പോവുകയുമില്ല, വറ്റുകയുമില്ല. സദാസമയം ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കും. ഇവിടെ തന്നെ ഒരു ഗണപതി ക്ഷേത്രവുമുണ്ട്. താഴെ ഈ കാണുന്നതാണ് മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം. ഇതിനോട് ചേർന്ന് തന്നെ ക്ഷേത്രക്കുളങ്ങളുണ്ട്. ധാരാളം പേർ ഇവിടെ സ്നാനത്തിനായി വരുന്നു. അത് കഴിഞ്ഞ് ഭഗീരഥി തീർത്ഥത്തിൽ നിന്നും മൊന്തയിൽ തീർത്ഥമെടുത്ത് ശിവന് അഭിഷേകം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ധാരാളം പേർ ശിവന് അഭിഷേകത്തിനായി തീർത്ഥമെടുത്തു കൊണ്ടുപോകുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടാകും. ഇത് ക്ഷേത്രത്തിൽ കുളിക്കുന്ന ദൃശ്യമാണ്. ശബരിമല സീസണിൽ ധാരാളം അയ്യപ്പന്മാർ വരും ഈ ക്ഷേത്രത്തിലേക്ക്. ഭഗീരഥി തീർത്ഥം അവിടെ വന്ന് വീണ് ഈ കുളത്തിലേക്ക് പ്രവഹിക്കുന്ന, അതിലേക്ക് വരുന്ന ഇതാണ് കാണുന്നത്. ഇവിടെ ഒരു പാമ്പിനെ കാണാം. അത് കഴിഞ്ഞ് മീനുകൾ, ധാരാളം മീനുണ്ട്. അതിനെ നെറ്റിട്ട് മൂടിയിട്ടിരിക്കുകയാണ്. ഒരു കുളത്തിൽ ധാരാളം മീനുണ്ട്. വീണ്ടും ഭഗീരഥി തീർത്ഥം പ്രവാഹം. ഒരിക്കലും നിന്ന് പോകാത്ത തീർത്ഥമാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശം.